ജസ്റ്റ് ഒരു ബ്ലോഗ് എഴുതിയതാണ്. ഐ വാസ് 18 years old. പക്ഷെ ഒരുപാട് ആൾക്കാർ വന്ന് ചീത്തവിളി, തെറിവിളി, രാജാവിനെ കുറ്റം പറയുന്നു, അതാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു വാശിയിലും കൂടാണ് എഴുതിയത്. പക്ഷെ അങ്ങനത്തെ ആ ഹുക്ക് കിട്ടിയതുകൊണ്ടാണ് 6 വർഷം ഐ വാസ് ഏബിൾ ടു ഡിവോട്ട് ഓൾ മൈ എനർജി ടു ദാറ്റ്. ഞാൻ പറഞ്ഞില്ലയോ, അതിൻ്റെ ഇടയ്ക്ക് ഓൾമോസ്റ്റ് ഒരു ഡിപ്രസ് സ്റ്റേറ്റിൽ ഐസ്ക്രീം ഇരുന്ന് കഴിക്കുന്ന പോലെ ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റിലേക്ക് പോയതും ബിക്കോസ് ദാറ്റ് സ്റ്റോറി റിയലി കൺസ്യൂംഡ് മീ. ആദ്യത്തെ ഐവറി ത്രോൺ വന്നതിന് ശേഷം പിന്നെ പല ബുക്സ് വന്നു, പല വർക്ക്സ് വന്നു. പക്ഷെ പിന്നെ കേരളത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ഒരു വർക്ക് ഉണ്ടായില്ല. അത് ഉടനെ ഉണ്ടാകുമോ? എപ്പോഴുണ്ടാകും? അതൊരു സ്ട്രാറ്റജിക് ചോയ്സ് ആണ്. കാരണം ഐവറി ത്രോൺ ഇപ്പോഴും ആൾക്കാർ അതിനെ ഇറ്റ്സ് നോട്ട്, ഒരുപാട് വർക്ക്സ് ഉണ്ട്. ഇപ്പം ഡിഫറെൻറ്റ് ബുക്സിന് പബ്ലിക്കിൻ്റെ റെസ്പോൺസ് ചിലപ്പം വേറെ ആയിരിക്കും. അപ്പം ഞാൻ എഴുതിയ കുറേ പുസ്തകങ്ങൾ ആൾക്കാർ റെസ്പെക്ട് ഇറ്റ്, ദേ ലൈക്ക് ഇറ്റ് എറ്റ്സെട്ര. പക്ഷേ ഏറ്റവും ലവ്ഡ് ആയിട്ടുള്ള പുസ്തകം ഐവറി ത്രോൺ ആണ്. അത് ഞാൻ എഴുതിയതിൻ്റെ അല്ല, ഐ തിങ്ക് അതിൻ്റെ കഥയിലെ മുഖ്യ കഥാപാത്രത്തിനോടുള്ള ആൾക്കാരുടെ ഒരു ഇമോഷണൽ കണക്ഷൻ കാരണമാണ് ആ പുസ്തകത്തിനോട് ആൾക്കാർക്ക് ഇത്രയും സ്നേഹം. അപ്പോൾ ആ പുസ്തകം ഇപ്പോഴും 10 വർഷത്തിന് ശേഷം ഇറ്റ്സ് ഗോയിങ് റിയലി സ്ട്രോങ്. അപ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിനെ പറ്റി വേറൊരു പുസ്തകം ഇപ്പോൾ എഴുതാൻ. കാരണം ഞാനിപ്പം കേരളത്തിനെ പറ്റി വേറൊരു പുസ്തകം എഴുതിയാൽ ഉടനെ കമ്പാരിസൺ വരും. ഐവറി ത്രോണിനെ പോലെ ആണോ അല്ലയോ, അതിപ്പം വേണ്ട, കുറച്ചാളും കൂടെ പോട്ടെ, അത് കഴിഞ്ഞ് മേ ബി 10 years down the line കേരളത്തിനെ പറ്റി വേറെ വല്ലതും ചെയ്യാം. അതാണ് ആലോചന. പിന്നെ ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് കമ്പയറിംഗ് ആയിട്ട് നമ്മളെ മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഹുക്ക് നമുക്ക് കിട്ടണം. ഐവറി ത്രോൺ എനിക്ക് സത്യത്തിൽ എൻ്റെ ഒരു ഗ്രേറ്റ് അങ്കിൾ, 102 വയസ്സിൽ മരിച്ച ഒരു ഗ്രേറ്റ് അങ്കിൾ പറഞ്ഞ ഒരു കോമെൻറ്റ് നിന്നും, പിന്നെ അന്ന് ഞാനൊരു ബ്ലോഗ് എഴുതി, ആ ബ്ലോഗിന് എനിക്ക് കുറേ ട്രോളിങ് കിട്ടി. തിരുവനന്തപുരത്ത് തന്നെയുള്ള കുറേ രാജഭക്തന്മാരുടെ ട്രോളിങ് 2008 ജസ്റ്റ് ഒരു ബ്ലോഗ് എഴുതിയതാണ്. ഐ വാസ് 18 years old. പക്ഷെ ഒരുപാട് ആൾക്കാർ വന്ന് ചീത്തവിളി, തെറിവിളി, രാജാവിനെ കുറ്റം പറയുന്നു, അതാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു വാശിയിലും കൂടാണ് എഴുതിയത്. പക്ഷെ അങ്ങനത്തെ ആ ഹുക്ക് കിട്ടിയതുകൊണ്ടാണ് 6 വർഷം ഐ വാസ് ഏബിൾ ടു ഡിവോട്ട് ഓൾ മൈ എനർജി ടു ദാറ്റ്. ഞാൻ പറഞ്ഞില്ലയോ, അതിൻ്റെ ഇടയ്ക്ക് ഓൾമോസ്റ്റ് ഒരു ഡിപ്രസ് സ്റ്റേറ്റിൽ ഐസ്ക്രീം ഇരുന്ന് കഴിക്കുന്ന പോലെ ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റിലേക്ക് പോയതും ബിക്കോസ് ദാറ്റ് സ്റ്റോറി റിയലി കൺസ്യൂംഡ് മീ. അപ്പോൾ അങ്ങനെ കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കിട്ടിയാലേ ഇനിയും കേരളത്തിനെ പറ്റി എഴുതുള്ളൂ. ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ ദാറ്റ് സ്ലൈറ്റ്ലി പേഴ്സണൽ. അത് എങ്ങനെ ചെയ്യണം എന്ന് ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ വിൽ ബി എ കേരള ബുക്ക്, പക്ഷേ എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. കേരളത്തെക്കുറിച്ച് ബുക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതുറപ്പാണ്. ഇപ്പോൾ ഈ ഹിസ്റ്റോറിയൻസ്, നമ്മുടെ കൺവെൻഷണൽ ഒരു തിങ്കിങ് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ഹിസ്റ്റോറിയൻസ് എന്ന് പറയുമ്പോൾ വളരെ വൈസ്, വളരെ പ്രായമുള്ള, വളരെ ഫാക്ട്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് നോക്കി, വളരെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു വർക്കായിരിക്കും. അപ്പോൾ മനുവിനെ ആ ഒരു ഹിസ്റ്റോറിയൻ എന്നുള്ള രീതിയിലേക്ക് പെടുത്താൻ കഴിയില്ല. ഇതിനകത്ത് കുറേ ഫിക്ഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എലിമെൻറ്റ്സ് ഉണ്ട് എന്ന് പറയുന്ന വിമർശകരോട് മനുവിന് എന്താ പറയാനുള്ളത്? അതൊരു ഫിക്ഷനും ഇല്ല. ആൾക്കാർക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ദാറ്റ്സ് ബിക്കോസ് ഐ ഹവ് അറേഞ്ച്ഡ് ദ ഫ്ലോ ഓഫ് ദ നാരറ്റീവ് ഇൻ എ സർട്ടൻ വേ. ഭംഗിയോടെ എഴുതുന്നത് ഒരു ക്രൈമല്ല, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പം ഞാൻ എൻ്റെ PhD ഡിസർട്ടേഷൻ എഴുതുമ്പം വേറെ സ്കോളേഴ്സിനാണ് എഴുതുന്നത്. അവിടെ ഭംഗിയായിട്ട് എഴുതേണ്ട കാര്യമില്ല, കാരണം അവർക്കും അറിയാം ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, എനിക്കും അറിയാം. സോ എനിക്ക് നേരെ ഫാക്ട്സിലേക്ക് പോയി ഐ കൻ ജസ്റ്റ് മേക്ക് മൈ ആർഗ്യുമെൻറ്റ്. പക്ഷെ നമ്മളൊരു പൊതു ഓഡിയൻസിന് വേണ്ടി എഴുതും, ആൻഡ് ദാറ്റ് ഈസ് എ ചോയ്സ്. എനിക്കിപ്പം ഡോക്ടർ മനു എസ് പിള്ള എന്ന് പറഞ്ഞാൽ ഐ കൻ ഗോ ആൻഡ് വർക്ക് ഇൻ എ യൂണിവേഴ്സിറ്റി, പക്ഷേ ഐ എം നോട്ട് ഗുഡ് അറ്റ് ടീച്ചിങ്. എനിക്ക് പക്ഷേ ഐ വോണ്ട് ടു ടേക്ക് ഹിസ്റ്ററി ഔട്ട് ടു പീപ്പിൾ, ഒരു ജനറൽ ഓഡിയൻസിന്. അത് എഞ്ചിനീയേഴ്സ് കാണും, ഡോക്ടേഴ്സ് കാണും, സിവിൽ സർവൻസ്. കാരണം ഞാൻ ഈ ബുക്ക് സൈനിങ്സ് തന്നെ കാണുന്ന ഞാൻ എല്ലാവരോടും ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. ആർക്കിടെക്ട്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, സിവിൽ സർവൻസ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഒരു 10th class അല്ലെങ്കിൽ മാക്സിമം 12th class കഴിഞ്ഞ് ഇവർക്ക് ഹിസ്റ്ററിയിൽ എക്സ്പോഷറും ഇല്ല, ഗ്രൗണ്ടിങ്ങും ഇല്ല. അപ്പം വെൻ ഐ എം റൈറ്റിംഗ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് എ ജനറൽ ഓഡിയൻസ്, ആൾക്കാർക്ക് താല്പര്യം തോന്നുന്ന ഒരു രീതിയിൽ വേണം എഴുതാൻ. അപ്പം അതുകൊണ്ടാണ് എഴുത്തിലും കൂടെ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. റീസെർച്ച് ഇസ് 1/2 ഓഫ് ഇറ്റ്, പക്ഷേ റൈറ്റിംഗ് വെൽ ഇസ് ദി അതർ ഹാഫ് ഓഫ് ദി ഇക്വേഷൻ. അപ്പം അങ്ങനെ ചെയ്യുമ്പം ആൾക്കാരത് വായിക്കുമ്പോൾ വിചാരിക്കും ഇത് ഫിക്ഷൻ അല്ലേ. ഇതിനകത്ത് ഫിക്ഷൻ ഇല്ല, എല്ലാത്തിനും ഫുട് നോട്ട്സും സോഴ്സസും സൈറ്റഡ് ആണ്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നോവൽ പോലെ വായിക്കുന്നത് അത് എൻ്റെ കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ. സോ ഐ ഹേർഡ് ദിസ് ബിഫോർ ദാറ്റ് അതിനകത്ത് ഫിക്ഷണൽ എലിമെൻറ്റ്സ് ഉണ്ട്. ഐ എം സ്റ്റിൽ കൺസേൺഡ്, എവിടെയാണ് ഫിക്ഷണൽ എലിമെൻറ്റ്? ഒറ്റ പുസ്തകത്തിന് ഫിക്ഷണൽ എലിമെൻറ്റ്സ് എങ്ങും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഡയലോഗ് പോലെ തോന്നുവാണെങ്കിലും അത് ആക്ച്വലി ഏതെങ്കിലും ഒരു കത്തിൽ നിന്ന് എടുത്ത് റെഫറൻസ് കൊടുത്ത് വെച്ചേക്കുവാണ്. ആൾക്കാർ എനിക്കൊന്ന് വായിക്കാത്ത ആൾക്കാരാണ് പറയുന്നത് ഇത് ഫിക്ഷൻ ഉള്ള കാര്യങ്ങളാണ്. കാരണം വായിച്ചിട്ടുള്ളവരാണ് അതിനകത്ത് ഒരിക്കലും അങ്ങനെ പറയില്ല.